അസ്സലാമലൈക്കും. കൊച്ചടുക്കളയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് ഇവിടെ ഉണ്ടാക്കുന്നത് തേങ്ങ വറുത്തരച്ച് വെക്കുന്ന മീൻകറി. ഒരു 3/4 കിലോ ദശക്കട്ടിയുള്ള മീൻ എടുത്തിട്ടുണ്ട്. അതിനു വേണ്ടി ഒരു മുറി തേങ്ങ, ഒരു 4-5 പീസ് ചെറിയ ഉള്ളി വറുക്കാനായിട്ട്. അതിലേക്ക് പൊടികൾ: 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1.5 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. തേങ്ങയും ഉള്ളിയും വറുക്കാനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. തേങ്ങ ഒന്ന് പൊടിച്ചിട്ട് കൊടുത്താൽ എല്ലാ തേങ്ങയും ഒരേപോലെ മുരിഞ്ഞ് കിട്ടും. അല്ലെങ്കിൽ ചെറുതും വലുതും ആയാൽ അടി കരിഞ്ഞു പോകും. തേങ്ങ ഒരു വിധം മുരിഞ്ഞ് വന്നിട്ടുണ്ട്. അതിലേക്ക് എടുത്തു വെച്ച പൊടികൾ ഇട്ട് കൊടുക്കാം. പൊടികളെല്ലാം ശരിക്കും ചൂടായിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റി ചൂടാറിയതിന് ശേഷം അരച്ചെടുക്കാം. മീൻകറി ഉണ്ടാക്കാൻ ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ലേശം ഉലുവിട്ട് കൊടുക്കാം. നീളത്തിലരിഞ്ഞ ഇഞ്ചി, ലേശം ഉള്ളി, പച്ചമുളക് ഇതിട്ട് കൊടുക്കാം. കുറച്ച് വേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു തക്കാളി അരിഞ്ഞതിട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. കുടംപുളി 4 പീസ് ഇട്ട് കൊടുക്കാം. പിന്നെ അരച്ച് വെച്ച അരപ്പ് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം. ജാറ് കഴുകിയിട്ട് തിളച്ചതിന് ശേഷം മീനിട്ട് കൊടുക്കാം. കറി ഇപ്പോൾ ശരിക്കും തിളക്കുന്നുണ്ട്. ഇപ്പോൾ ഈ സമയം ഉപ്പൊക്കെ കുറച്ച് പോരാത്തിട്ട് കൊടുക്കണം. ഉപ്പും പുളിയൊക്കെ ഇപ്പോൾ നോക്കണം. ഇപ്പോൾ മീനിടേണ്ട ടൈമായി. അങ്ങനെ കഴുകി വൃത്തിയാക്കി വെച്ചേക്കണ മീനിട്ട് കൊടുക്കാം. വറുത്തരച്ചൊക്കെ വെക്കുന്ന കറിയിലേക്ക് കുടപ്പുളിയാണ് നല്ലത്. ഇത് നമ്മളെ വീട്ടിൽ മരത്തുമ്മലുണ്ടായ പുളിയാണ്. അങ്ങനെ നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ട്. ഇനി താളിക്കാനായിട്ടൊരു ഫ്രൈ പാൻ വെച്ച് കൊടുക്കാം. കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുന്നുണ്ട്. ചെറുള്ളി അരിഞ്ഞതിട്ട് കൊടുക്കാം. കുറച്ച് വേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഇത് കറിയിലേക്ക് വെച്ച് കൊടുക്കാം. അങ്ങനെ നമ്മുടെ മീൻകറി റെഡിയായി. വീണ്ടും താളിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഞാൻ ഒന്ന് ജസ്റ്റ് താളിച്ചതാണ്. ആദ്യം നമ്മൾ താളിച്ച് തന്നെയാണല്ലോ വെച്ചത്. പിന്നെ ഇതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഇൻഷാ അല്ലാഹ് വേറൊരു വിഭവമായിട്ട് വരാം.